വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. പ്രായമായപ്പം ഇവര് നേടിയ പല കാര്യങ്ങളും ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിൽ നേടിയിട്ടുണ്ട്. അയ്യോ കൈയൊക്കെ അടാ, അമ്മ ടീച്ചറല്ലേ, അമ്മ തനിക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല പാഠം ഏതാ? സ്ക്രിപ്റ്റ് പറഞ്ഞാലേ ചെയ്യോളാ. ആർഷഭാരത സംസ്കാരത്തിന് ഈ ഇരിപ്പാണ് നല്ലത് അല്ലേ? ഇങ്ങനെ ഹിന്ദിയിലെ हमारे YouTube चैनल पे आपको स्वागत है. സുസ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് രണ്ട് മുതുക്കികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ് സെക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിച്ചു പറയണ്ട, ഞാൻ ചോദിക്കാം. എൻ്റെ വ്യൂവേഴ്സിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ പറയും. അതിന് മുമ്പ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ ഇതാണ് ये है मेरी മാതാശ്രീ. ഇതെന്റെ കുഞ്ഞമ്മ. നമ്മൾ നാനി എന്നാണ് വിളിക്കുന്നത്. ആ നാനി അല്ല, ഹിന്ദി ആണെങ്കിലും മറ്റേ ഓക്കെ. അപ്പൊ അമ്മ കുഞ്ഞമ്മ. ഓക്കെ, അമ്മ ഹൈസ്കൂൾ ടീച്ചറാണ്. സബ്ജക്റ്റ് മലയാളം, പക്ഷെ ഹിന്ദിയിലായിരിക്കും നിങ്ങളുടെ ബാത്ചീത് ചെയ്യാൻ പോകുന്നത്. ഇത് ഹിന്ദിയാണ് ടീച്ചർ, ഹയർ സെക്കൻഡറി ആണ്. പക്ഷേ അല്ലല്ല, ഹിന്ദിയിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഹിന്ദിയിലായിരിക്കും. പക്ഷെ ചോദ്യം ചോദിക്കുക, ആൻസർ പറയുക എന്നുള്ളതാണ് ഈ. എന്നുവെച്ചാൽ ഞാനിങ്ങനെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഞാൻ നിങ്ങളടുത്ത് ചോദിക്കേ. അതിന് മുമ്പ് എനിക്ക് പേഴ്സണലി അമ്മയടുത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യം രണ്ടും അടുത്ത് ചോദിക്കും കേട്ടോ. ഞാൻ അവസാനമായി ഇട്ട റീൽ ഏതാണ്? ഏത് കൺഫ്യൂഷൻ? വോട്ടിലിരുന്ന് കൺഫ്യൂഷൻ അല്ലേ നമ്മളിങ്ങനെ ഞാനീ പറഞ്ഞ അവസാനം ഇട്ട റീലിന്റെ ക്വസ്റ്റ്യൻ ഒളിപ്പിച്ച് നോക്കണ്. ഞാൻ ഇവരെയും കൂടെ ഈ വീഡിയോയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രായമായവരെ വെച്ചിട്ട് ഇവരുടെ ഈ ഒരു പ്രായമായപ്പം ഇവര് നേടിയ പല കാര്യങ്ങളും ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിൽ നേടിയിട്ടുണ്ട്. അതിലൊന്നാണ് നടുവേദന, മുട്ടവേദന തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഗൈസ്, ഇത് അഗാരോൻ്റെ മൾട്ടി ഫങ്ഷണൽ ടെൻസ് മസാജർ ആണ്. ഇത് ആക്ച്വലി നമ്മുടെ പെയിൻ റിലീഫിനും ഈ നീരൊക്കെ വെച്ചിരിക്കത്തില്ലേ, അതേപോലെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ഏറ്റവും കിഡിലായിട്ടൊരു പ്രൊഡക്റ്റാണ്. This is Agaro's multifunctional TENS massager with dual channel code. Agaro multifunctional TENS massager. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോയിലൊക്കെ. ഭയങ്കര കിടില സാധനമാണ്, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. സോ ഗൈസ്, ഇതിൽ 24 മസാജ് മോഡ്സ് ഉണ്ട്. അതേപോലെ 20 അഡ്ജസ്റ്റബിൾ ഇൻറ്റൻസിറ്റി സെറ്റിങ്സും 10 to 60 മിനിറ്റ്സ് അഡ്ജസ്റ്റബിൾ ടൈമറും നമുക്കിതിൽ ഉണ്ട്. സോ ഗൈസ്, ഇതിൽ വരുന്നത് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്, അതേപോലെ തന്നെ 2 ലാർജ് പാഡ്സ് വരുന്നുണ്ട്, അതേപോലെ 6 മീഡിയം പാഡ്സ് വരുന്നുണ്ട്. ഇതാണ് മീഡിയം പാഡ്സ്, കണ്ടോ, ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അതേപോലെ 6 എണ്ണം വരുന്നുണ്ട്. ഓൾസോ സ്മോൾ പാഡ്സ് 2 എണ്ണം. അതേപോലെ 3 പീസ് വയർ വരുന്നുണ്ട് വേണ്ടേ. പിന്നെ ഇതിൻ്റെ USB കേബിൾ, ചാർജിങ് കേബിൾ, പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ബാഗ് വരുന്നുണ്ട്, ഒരു ബാഗ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ആദ്യം ഈ വയറില്ലേ, ഈ വയർ ഇങ്ങനെ എടുക്കുക, ഇതിലിങ്ങനെ കുത്തുക. ഇതിൽ 2 പോർട്ട് ഉണ്ട്, 2ൽ നമുക്ക് കുത്താം. ലൈക്ക് മിനിമം 2 പാഡ്സ് കണക്ട് ചെയ്താലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഒരു മെയിൻ പോയിന്റ് ഓർത്തിരിക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ഈ പാഡ്സ് ഇങ്ങനെ എടുക്കുക, അതിൽ ഈ ഒരു ഫിലിം ഇങ്ങനെ മാറ്റുക. ഇതിൽ 2-3 ഡ്രോപ്പ് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോഞ്ചിവിറ്റി, അതായത് ഇത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിങ്ങനെ ജസ്റ്റ് ഇതെടുക്കുക, നമ്മുടെ ബോഡിയിൽ എവിടെയാണോ നീര് അല്ലെങ്കിൽ എന്താണോ പ്രശ്നം അവിടെ ഇത് പ്ലേസ് ചെയ്യുക. ലൈക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക, കാണിച്ചു തരാം. ഇതിങ്ങനെ നമ്മൾ ഫിലിം ഊരുക, ഇവിടെ വെക്കുക, ഈ ഒരു വൈറ്റ് വയറ് ജസ്റ്റ് കണക്ട് ചെയ്യുക. സിമ്പിളാണ്. പിന്നെ ഓയിലോ വെള്ളമോ ഒന്നും ഡേർട്ട്സോ ഒന്നും തന്നെ നമ്മുടെ ബോഡിയിൽ ഇല്ലാത്തൊരു സമയത്ത് മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എന്നിട്ടിത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഉണ്ട്.
ജസ്റ്റ് ഇതിങ്ങനെ ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഓൺ ആവും. ആൻഡ് നമുക്ക് മോഡൊക്കെ സെലക്ട് ചെയ്യാം. ഇനി എന്തെന്ന് ഡ്രോപ്പ് വെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഓ കൊള്ളാം കേട്ടോ, ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിലില്ലേ, ഇതിങ്ങനെ ഓരോ തവണ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ കുറച്ച് ഡ്രോപ്പ് വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഇത് ഈ പ്രോഡക്റ്റ് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ടിക് 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 എന്ന് പറഞ്ഞ് വരും. അത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നതാണത്. ഇപ്പം ഞാൻ കുറേ തവണയായിട്ട് പെയിനും നീരും ബ്ലഡ് സർക്കുലേഷനൊക്കെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് മെയിനായിട്ടും പീരിയഡ് പെയിൻ്റെ റിലീഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. പീരിയഡ് പെയിൻ ഭയങ്കരമായിട്ട് ആ ഒരു പെയിൻ നമുക്ക് റിലീഫ് കിട്ടും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഈ ഒരു പീരിയഡ് പെയിൻ എങ്ങനെ, എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പീരിയഡ്സിന്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടാണ് ശരിക്കും ഇത് വാങ്ങിയത്. അപ്പോഴാണ് ഇതിന് ഇത്രയേറെ ഫങ്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പീരിയഡ്സിൻ്റെ ടൈമിൽ ആ ഒരു ക്രാംസ് എന്നൊക്കെ റിലീഫ് കിട്ടാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ നടുവിൽ ഇത് യൂസ് ചെയ്യാം. അതേപോലെ ഈ ഒരു ഷോൾഡർ ആൻഡ് നെക്ക് മസാജ് നമ്മൾ ആഗ്രഹിക്കാത്ത ആരുണ്ടാവില്ല അല്ലേ? എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് സ്ട്രെസ് റിലീഫിനായിട്ട് എന്താ ചെയ്യേണ്ടത്. ഞാനിത് മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സാജാണ് എനിക്കെല്ലാം. സോ ഗൈസ്, ഇതിലൊരു മെയിൻ മോഡാണ് ട്വൈന. ട്വൈന എന്ന് പറഞ്ഞാൽ അതിനകത്ത് നീഡ്ലിംഗ് ഉണ്ട്, പ്രസ്സിങ് ഉണ്ട്, റോളിംഗ് ഉണ്ട്. അത് നമ്മുടെ ലൈക്ക് മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്ത് പെയിനൊക്കെ റിലീവ് ചെയ്ത് അതേ കണക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ട്രൈ ചെയ്യണം. സോ ഗൈസ്, എൻ്റെ ഇതിലെ ഫേവറേറ്റ് മോഡ് എന്ന് പറയുന്നത് ടാപ്പിംഗ് എന്നുള്ളൊരു മോഡാണ്. അതിലിങ്ങനെ നമ്മളിങ്ങനെ ഫിംഗർ ടാപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ബോഡി മസാജാണ്. ഒരു റിതമിക് ആയിട്ടായിരിക്കും ഇതുണ്ടാവുക. ഓൾസോ ഇത് നമ്മുടെ ബോഡിയിലെ ഫാറ്റിക് ഒക്കെ കുറച്ച് അതേപോലെ തന്നെ മസിൽസ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഫീലാണ്. നമ്മൾ ഒരു എന്നൊരു ഓളത്തിനിങ്ങനെ ഇരുന്ന് മെസ്സാജ് നമുക്ക് ഫീൽ ചെയ്യാം, സെൻസേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു മോഡെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള മോഡെന്ന് പറയുന്നത് അക്യൂപഞ്ചർ ആണ്. അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ള അക്യൂപഞ്ചറിൻ്റെ ഒരു എഫക്റ്റ് ആണ്. അതായത് നമ്മുടെ എന്താ സ്പെസിഫിക് പ്രഷർ പോയിന്റിൽ ടാർഗറ്റഡ് ഇലക്ട്രിക് പൾസ് കൊടുത്തിട്ടുള്ള ഒരു മെസ്സാജാണ്. യാതൊരുവിധ നീഡലിങ്ങും ഇല്ലാണ്ട് നമുക്ക് പെയിൻ റിലീഫ് തരുന്നുള്ളതാണ് ഈ ഒരു അക്യൂപഞ്ചർ മോഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി. സോ ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു മോഡാണ് അടുത്തത് കോമ്പിനേഷൻ മോഡ്. ഇതൊരു ബ്ലെൻഡഡ് മോഡാണ്. ഇതിൽ മൾട്ടിപ്പിൾ മസാജിങ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പം നമുക്ക് അത് ത്രൂ ബാലൻസ്ഡ് ആൻഡ് കോംപ്രിഹെൻസീവ് തെറാപ്പി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ ഒരു കോമ്പിനേഷൻ മോഡ് കുറേ അധികം മസാജിങ് സ്റ്റൈൽസ് ഇൻക്ലൂഡ് ബ്ലെൻഡ് ചെയ്തേക്കുന്ന ഒരു സിംഗിൾ മോഡാണ് കോമ്പിനേഷൻ മോഡ്. പിന്നെ ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു മോഡ് എന്ന് പറയുന്നത് കപ്പിംഗ് ആണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ കപ്പിംഗ് ഇല്ലേ, അതേപോലത്തെ ഒരു സ്റ്റിമുലേഷൻ ആണ്. ആ ഒരു ട്രഡീഷണൽ സക്ഷൻ ലൈക്ക് സ്റ്റിമുലേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ സർക്കുലേഷൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ മസിൽ സോർനെസ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡാണ് കപ്പിംഗ് മോഡ്. പിന്നെ എന്നെപ്പോലെ ഒത്തിരി ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു മോഡാണ് സ്ക്രാപ്പിംഗ്. ഇതൊരു സ്ക്രാപ്പ് സെൻസേഷൻ ഉണ്ടാക്കി ഡീടോക്സിഫിക്കേഷൻ എഫക്റ്റും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്ത് മസിൽ ടെൻഷനൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് സ്ക്രാപ്പിംഗ്. അതിൽ എല്ലാം ഇതൊരു സ്റ്റിമുലേഷൻ ആണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതൊന്നും ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എവിടെയാണ് നമ്മുടെ പ്രഷർ പോയിന്റ്സിൽ ഇപ്പം മെയിനായിട്ട് ഈ ഷോൾഡർ പെയിൻ, എനിക്ക് നടുവേദന ഷോൾഡർ പെയിൻ ഒക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു പ്രഷർ പോയിന്റിൽ ഇത് വച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവിധ പെയിനും, സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്കൊക്കെ മുട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മുട്ടുവേദനയ്ക്കും എന്ത് തരത്തിലുള്ള വേദനയ്ക്കും നീരിനും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്കൊരു പ്രത്യേക ഗ്ലോ വരും ഇത് യൂസ് ചെയ്താൽ. ലൈക്ക് ഡീടോക്സിഫൈങ് എഫക്റ്റ് ഉൾപ്പെടെ ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ വേണ്ട ഒരു ഐറ്റം ആണ്. ഓക്കെ, എനിക്ക് വന്ന ചോദ്യം, ഞാൻ ഇവരുടെ അടുത്താണ് അഭിപ്രായം ചോദിക്കാൻ പോകുന്നത്. വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. ഒരാൾ മലയാളത്തിൽ പറയും, ഒരാൾ ഹിന്ദിയിൽ പറയും. പറ. അല്ല, ഞാൻ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, അമ്മയുടെ അഭിപ്രായം എന്താണ്? വിവാഹം കഴിക്കണം, എന്നിട്ട് അവൻ അങ്ങനെ തന്നെ വരണം ആർക്കാണെങ്കിലും. ഞാനിക്ക് അമ്മയല്ല, ഞാൻ പറയാം. എന്നാ അമ്മ പറ. विवाह करने के बाद तुम्हारा दुरंत आरंभ करते हैं, इसलिए तुम जल्दी विवाह करो. അതായത് എന്നെ കുഴി ചാടിക്കണം. പറയൂ.
മലയാളത്തിൽ പറഞ്ഞോ. ഞാൻ പെട്ടെന്ന് കല്യാണം കഴിക്കണോ അതോ പതുക്കെ കല്യാണം കഴിക്കണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കല്യാണമേ കഴിക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞു കല്യാണം കഴിക്കണമെന്ന്, ഇപ്പോൾ പറയണ കല്യാണം കഴിക്കണ്ടെന്ന്. നിനക്ക് എപ്പോഴും ഇഷ്ടമുണ്ട്, കഴിക്കാൻ ഇഷ്ടമുണ്ടോ അപ്പോൾ കഴിച്ചോ. ഓക്കെ, ഇനി അപ്പം എൻ്റെ അടുത്ത് ആര് ഞാൻ കല്യാണം എപ്പോഴാണ് കഴിക്കണമെന്ന് ചോദിക്കരുത്. സീരിയല് കാണാൻ സമ്മതിക്കില്ല അവര്. ആർ യു ഹാപ്പി ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ റാദർ ദാൻ വാട്ട് യു ഹാവ് സ്റ്റഡീഡ്? കോണ്ടന്റ് ക്രിയേഷൻ ഒരു പാഷനിൽ സ്റ്റാർട്ട് ചെയ്തതല്ലേ, ആൻഡ് യു ആർ ഡൂയിങ് വെൽ ഇൻ ദാറ്റ് ഐ നോ. വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ പോവും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് ഇത് ഇഷ്ടമാണ്, പക്ഷേ ജോലി കിട്ടണമല്ലോ. ജോലിയില്ലാതെ നമുക്ക് അല്ലേ. ഇവിടെ പ്രതിമ ജോലിക്ക് പോണം. ഇല്ല, ജോലിക്ക് പോവും. ജോലി കിട്ടിയ ഉറപ്പായിട്ട് പോവും. ജോലിക്ക് പോണം, പക്ഷേ ജോലി ഇങ്ങോട്ട് വരില്ല. അതാ ഇത്രേ പറയാവുള്ളൂ. വളരെ ഇത്രയും നേരം എന്നെ പൊങ്ങച്ചൻ പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മ ടീച്ചറല്ലേ, അമ്മ തനിക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല പാഠം ഏതാ? സിംഹം നോക്കിയ കണ്ണാടി. അതെന്തോന്ന് എന്തിനമ്മ? അമ്മ ഏറ്റവും പഠിച്ചത് ഏറ്റവും വലിയ പാഠം എന്ന് വെച്ചാല് അമ്മ ഇങ്ങനെ ഫുള്ള് കറക്കമാണ്. അമ്മ ആറ്റിങ് കിടന്ന് കറങ്ങുമ്പോ ഞാൻ ലോകം മൊത്തം കറങ്ങും. ഏത് ഞാന് പഠിപ്പിച്ചു തന്ന പാഠം എന്ന് വെച്ചാല് എന്ത് പാഠമാണ് പഠിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല. അത്രയ്ക്കും പാഠങ്ങളായിരുന്നു. അത്രയ്ക്കും പാഠം. ഒരെണ്ണം എടുത്തു പറയാനാണെങ്കിൽ ഒന്നും എടുത്ത് പറയാൻ കാണൂല. ഞാൻ പഠിപ്പിച്ച പാഠം അമ്മാമ്മ പഠിപ്പിച്ച. ഞാൻ പോട്ട്, ഉറക്കം വരും. ഒരു പാഠവും ഞാൻ പഠിപ്പിച്ചില്ല. എന്ത് പാഠം പഠിപ്പിച്ചു? പാഠം പഠിപ്പിച്ചെന്നെ രണ്ടും കൂടെ. ഞാൻ കൊണ്ട് ആ വായനശാലയിലൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കിയത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ നല്ലൊരു പാഠമായിരുന്നു അത്. सब लोग देखिए. ഓക്കെ, അപ്പൊ കൽ മിലിയെങ്കിൽ ചലത്തെ ചലത്തെ ബൈ.